ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 ആദ്യ ദിനം കൊടൂര തൂക്കിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 60 കോടിയോളം സിനിമ നേടി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷൻ മാത്രമായി 9,98,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അതായത് 11 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ എന്ന് ഉറപ്പാക്കപ്പെടുകയാണ്. ലേറ്റ് നൈറ്റ് ആയിട്ട് 500-ന് മുകളിലുള്ള ഷോസാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് പുതിയ റെക്കോർഡിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതായത് എമ്പുരാൻ്റെയും തുടരും ചിത്രത്തിൻ്റെയും മുകളിലേക്കുള്ള ആ ഒരു ബുക്കിംഗാണ്. ഇവിടെ എമ്പുരാൻ 381K, അതായത് 3,81,000 ടിക്കറ്റുകൾ വിറ്റപ്പോൾ തുടരും 4,19,000 ടിക്കറ്റാണ് ആദ്യ ദിനം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത്. അവിടെയാണ് 5,87,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഈ ഒരു സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതായത് ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ആദ്യ രണ്ടെണ്ണത്തേക്കാളും താഴെയാണ് D3 എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ പവർ എന്ത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ അത് തീപ്പന്തം പോലെ ആളിക്കത്തിച്ചിരിക്കുകയാണ്. പുതിയ റെക്കോർഡ് തന്നെയാണ് ഈ ഒരു സിനിമ തീർത്തിരിക്കുന്നത്. ഒട്ടുമിക്ക തിയേറ്ററുകളിലും എല്ലാ ഷോകളും ഹൗസ്ഫുൾ എന്നുള്ളത് തന്നെയാണ് ആദ്യ ദിനം വന്നിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് ഷോസ് 500 എണ്ണം എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചിലേക്ക് പോകുമെന്ന് നോക്കാം. പല സിനിമകളുടെയും ആദ്യ ദിനത്തെ മൊത്തമായിട്ടുള്ള ഷോ കൗണ്ടാണ് എക്സ്ട്രാ ഷോസിലേക്ക് ഈ ഒരു സിനിമയ്ക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രീസെയിലൂടെ 35 കോടി നേടിയ ഈ ഒരു ചിത്രം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ 60 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. രണ്ടാം ദിനത്തെ കളക്ഷൻ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 6.5 കോടി പ്രീസെയിലൂടെ നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. അതെ, അത്രത്തോളം ഗംഭീരമാണ്. അത് രണ്ടാം ദിനവും സിനിമ 10 കോടിക്ക് മുകളിലേക്ക് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ 15 കോടി വരെ എത്താനുള്ള ചാൻസുകളാണ്. കാരണം തിയേറ്ററുകൾ ഇനിയും കൂട്ടുമെന്നുള്ളതാണ്. പ്രീസെയിലൂടെ തന്നെ 60% തിയേറ്റർ ഒക്യുപ്പൻസി കരസ്ഥമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ഈ ഒരു സിനിമ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒക്കെയായി സിനിമ വമ്പൻ കളക്ഷൻ തന്നെയാണ് വാരിക്കൂട്ടുന്നത്. എന്താണേലും വിദേശ രാജ്യങ്ങളിലും, അതായത് സീറ്റുകൾ അദൃശ്യമെന്നുള്ള ഒരു പോസ്റ്ററോട് തന്നെയാണ് ആശീർവാദ് ഫിലിംസ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് RFT ഫിലിംസ് പുറത്തുവിട്ടിരിക്കുന്നത് 1359 ഓപ്പണിംഗ് ഡേ ഷോസാണ്. 350-ന് മുകളിലുള്ള UK, യൂറോപ്യൻ ലൊക്കേഷൻസിൽ അത്ര ഗംഭീരമായിട്ട് വിദേശ രാജ്യങ്ങളിലുണ്ട്. ഹിസ്റ്ററി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തിൽ പറയുന്നത്. ബിഗ്ഗസ്റ്റ് എവർ ഇന്ത്യൻ മൂവി റിലീസ്ഡ് ഇൻ UK ആൻഡ് അയർലൻഡ് ആണ്. അതേപോലെ തന്നെ 286 ലൊക്കേഷൻസിൽ അവിടെയും ഭീകരമായ കളക്ഷനാണ്. അതായത് ഇന്ത്യ കളക്ഷൻ്റെ ഏകദേശം ഡബിളിലേക്കാണ് വിദേശ കളക്ഷൻ വരുന്നത്. നമുക്കത് പ്രീസെയിലൂടെ തന്നെ കണ്ടതാണ്. 12 കോടി ഇന്ത്യ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ, 13 കോടിക്കടുത്ത് ഇന്ത്യ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് 22 കോടിക്ക് മുകളിൽ നേടുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ആദ്യ ദിനം 60-70 കോടി തൂക്കുന്ന ചിത്രം രണ്ടാം ദിവസം കൊണ്ട് 100 കോടിയിലേക്ക് എത്തുന്നു. ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് ഒരു മലയാള സിനിമയ്ക്ക് എത്തുന്ന ചരിത്രമെന്ന് തന്നെ ഖത്തറിലൊക്കെ ഹൗസ്ഫുൾ ഷോസിൻ്റെ പെരുമഴ എന്നുള്ളതാണ് പുറത്തു വരുന്നത്. എന്താണേലും ജോർജ് കുട്ടി അതങ്ങ് തൂക്കിയിരിക്കുകയാണ്. 2013 ഒരു സിനിമയ്ക്ക് 50 കോടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിചിത്രമായി തോന്നിയെങ്കിൽ ഇന്ന് ആദ്യ ദിനം 60 കോടിയും കടന്ന ഒരു സിനിമ നിൽക്കുന്നു. അങ്ങനെ 2 ദിനം കൊണ്ട് 100 കോടിയിലേക്ക് എത്തുന്നു. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കണ്ടത്? തീർച്ചയായും നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ പറയാം. വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല എന്ന് വേണ്ട, എവിടെയൊക്കെയാണോ റിലീസ് ചെയ്തത് അവിടെയെല്ലാം ഒരേ രീതിയിൽ ആളിപ്പടരുന്ന ചിത്രത്തെ തന്നെയാണ് കാണാനുള്ളത്. എന്തായാലും ഇതൊരു മഹാ സംഭവമായി മാറുന്നു എന്ന് തന്നെ പറയാം. മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞൻ ചിത്രം ഒരു വമ്പൻ സംഭവമായി മാറുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കണ്ടത് എന്ന് കമൻസിലൂടെ പറയാം. കാണാത്തവരാണ് നാളെയും മറ്റന്നാളുമൊക്കെയാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമ 300 കോടി കടക്കുമെന്ന് ഉറപ്പാക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.